സിനിമ ഇഷ്ടമല്ലാത്ത ആരും തന്നെ കാണുകയില്ല. അപ്പൊ സിനിമയിലേക്ക് കേറാൻ താല്പര്യമുള്ള നല്ല ടാലന്റ് ആയിട്ടുള്ള ആളുകളെ അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു സീരീസ് നിങ്ങൾ കാണുകയാണെങ്കിൽ സിനിമയുടെ എ ടു ഇസഡ് കാര്യങ്ങൾ, അതായത് ഒരു കഥ എങ്ങനെ എഴുതാം, അവിടെ ഇതിനെ എങ്ങനെ തിരക്കഥയാക്കാം, പിന്നീട് അത് എങ്ങനെ സിനിമയാകുന്നു തുടങ്ങി റിലീസിലേക്ക് എത്തുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കാശ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഈ ഒരു സീരീസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഫിലിമിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു സീരീസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത സമയത്ത് എന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഞാൻ ഈ സിനിമയുടെ എ ടു സെഡ് കാര്യങ്ങൾ ക്ലാസ് എല്ലാം യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചാൽ പോലും സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അദ്ദേഹം അതെല്ലാം പഠിച്ചാൽ പോലും അദ്ദേഹത്തിന് എങ്ങനെ സിനിമയിലേക്ക് കയറാൻ പറ്റും? കാരണം അദ്ദേഹത്തിന് കോണ്ടാക്റ്റും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ, ഇത്തരത്തിൽ സിനിമാക്കാരും ബന്ധുക്കളായിട്ട് ഇല്ലെങ്കിൽ എങ്ങനെ സിനിമയിൽ കയറുമെന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഇവിടെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് കോൺടാക്ട് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൂടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതൊരു സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും, ഏതൊരു ആർട്ടിസ്റ്റിനെ ആണെങ്കിലും, ഏതൊരു പ്രൊഡക്ഷൻ കൺട്രോളിനെ ആണെങ്കിലും കുറച്ച് കഷ്ടപ്പെടുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ നിങ്ങൾ ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളെ ആ ഒരു സമയത്ത് പോലും സിനിമാക്കാർ എടുക്കാനുള്ള സാധ്യതയില്ല. അതിനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ പല ആൾക്കാരും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചതിന് ശേഷം അവിടെയുള്ള ആ ഒരു കോൺടാക്ട് ഒക്കെ വെച്ചിട്ട് സിനിമയുടെ ഭാഗമാകാറുണ്ട്. അപ്പൊ അതിന് പറ്റാത്ത ആൾക്കാർ ആ ഒരു കോൺടാക്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ സിനിമയുടെ കാര്യങ്ങൾ എ ടു സെഡ് പഠിക്കാനായിട്ട് ശ്രമിച്ചിരിക്കണം. അപ്പൊ എന്തിന് പഠിക്കുന്നു എന്നുള്ളതിന്റെ ഇമ്പോർട്ടന്റ് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കിടിലം എക്സാമ്പിൾ പറഞ്ഞു തരാം. അതായത് 20 വർഷത്തോളം നാടകത്തിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് കരുതുക. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞത് ടാലന്റഡ് ആണ്, നല്ലതുപോലെ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ 20 വർഷത്തെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം തോന്നുകയാണ്. അദ്ദേഹം ഇത്തരത്തിൽ ഒരു ഡയറക്ടറിനെ പോയി സമീപിക്കുകയാണ്. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് ഈ ഒരു സീനിയർ നാടക നടനെ ഇത്തരത്തിൽ ആ ഒരു ഡയറക്ടർ വിളിക്കുകയും ചെയ്തു. അപ്പൊ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു നാടക നടനുണ്ട്. ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഒരുപാട് കാലമായിട്ട് അഭിനയിച്ചു വരുന്ന മമ്മൂക്കയുണ്ട്. അപ്പൊ ഇവർ രണ്ടും കൂടി ചേർന്ന് അഭിനയിക്കുന്ന ഒരു ഷോട്ടാണ് ഇത്തരത്തിൽ ആ ഒരു ഡയറക്ടർ അപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ സിനിമയുടെ ആഗ്രഹമുള്ള താല്പര്യമുള്ള ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഷൂട്ടിംഗ് അടിപൊളിയായിട്ട് നടക്കും, കാരണം രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്, നല്ലതുപോലെ അഭിനയിക്കുമെന്ന്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു നാടക നടൻ ഇത്രയും കാലം അഭിനയിച്ചത് സ്റ്റേജിൽ നിന്നിട്ടാണ്, സ്റ്റേജിൽ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അദ്ദേഹം ഇപ്പൊ അഭിനയിക്കാൻ പോകുന്നത് വെറും ഒരു ക്യാമറയുടെ മുമ്പിലാണ്, ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും രണ്ടും സെയിം അല്ലേ, എന്താണ് വ്യത്യാസം എന്ന്? എന്നാൽ അങ്ങനെയല്ല, അവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഷോട്ടുകൾ തിരിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരാളുടെ ഒരു കണ്ണ് മാത്രമായിരിക്കും ആ ഒരു ക്യാമറ ഇത്തരത്തിൽ സൂം ചെയ്ത് കാണിക്കുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു ആർട്ടിസ്റ്റിന്റെ കണ്ണ് മാത്രം അഭിനയിച്ചാൽ മതിയാകും, അദ്ദേഹം മുഴുവനായിട്ട് അഭിനയിക്കേണ്ട ആവശ്യം വരികില്ല. അതുപോലെ തന്നെ ക്യാമറയിൽ ഒരു ക്ലോസപ്പ് ഷോട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിന്റെ കഴുത്തിന്റെ ഇത്ര ഭാഗം മാത്രമേ ക്യാമറയിൽ കാണുകയുള്ളൂ. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡി മുഴുവൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത്തരത്തിൽ വൈഡ് ഷോട്ടിലേക്കോ അല്ലെങ്കിൽ എക്സ്ട്രീം വൈഡ് ഷോട്ടിലേക്കോ ഒക്കെ പോകുന്ന സമയത്ത് ആ ഒരു ആർട്ടിസ്റ്റ് മുഴുവനായിട്ടും അഭിനയിക്കേണ്ടി വരും. അപ്പൊ ഈ 20 വർഷം ഇത്തരത്തിൽ സ്റ്റേജിൽ അഭിനയിച്ച ആ ഒരു ആർട്ടിസ്റ്റിന് ഈ ഒരു ഷോട്ടുകളെ പറ്റിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അറിവില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യം തുടക്ക സമയത്ത് അഭിനയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഡിലേ ആവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഡിലേ ആവുകയാണെങ്കിൽ ഇത്തരത്തിൽ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിന് അത് ബുദ്ധിമുട്ടാവും. അപ്പൊ ഒരുപാട് ഡിലേ ആകുകയാണെങ്കിൽ ആ ഒരു ഷൂട്ടിംഗ് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ട ആ ഒരു സാഹചര്യം വരും. അപ്പൊ ഇത് പ്രൊഡ്യൂസർക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നല്ലതുപോലെ അഭിനയിക്കുന്ന നടനായിട്ട് കൂടി ഈ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് വന്നതുകൊണ്ട് ആ ഒരു ഷൂട്ടിംഗ് ഡിലേ ആകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ഷൂട്ടിംഗ് ഡിലേ ആകുന്ന സാഹചര്യത്തിൽ ഒരു ഡയറക്ടറും പുതുമുഖങ്ങളെ അഭിനയിക്കാനാണെങ്കിലും സിനിമയുടെ ഏതൊരു പാർട്ടിലേക്കാണെങ്കിലും എടുക്കാനായിട്ട് ഒന്നും മടിക്കും. അപ്പൊ ഈ ഒരു പ്രശ്നമാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സിനിമയെ പറ്റി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാനലിൽ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമയുടെ എ ടു സെഡ് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പഠിച്ചു എന്ന് കരുതിയിട്ട് മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് സിനിമയിലേക്ക് കയറാൻ പറ്റുകയില്ല. പകരം നിങ്ങൾ പഠിച്ച ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഷോർട്ട് ഫിലിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പല കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നേടാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്ത ആ ഒരു വർക്കില്ലേ, ആ ഒരു വർക്കുകളെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് സിനിമയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത കുറെ വർക്കുകളുണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസും ഉണ്ട്. ഈ ഒരു സമയത്ത് ഒരു ഡയറക്ടർ
ഡയറക്ടർ നിങ്ങളെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ്, കഷ്ടപ്പെടാതെ ഹാർഡ് വർക്ക് ചെയ്യാതെ ആർക്ക് തന്നെ ഒരു മേഖലയിലും സക്സസ് ആവാൻ പറ്റുകയില്ല. അത് സിനിമയിലെന്ന് മാത്രമല്ല ഏതൊരു മേഖലയാണെങ്കിലും. അപ്പോൾ നിങ്ങൾ സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതിന് അഭിനയമാണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എന്തും ആയിക്കോട്ടെ, നിങ്ങൾ സിനിമയെ പറ്റി പ്രോപ്പറായിട്ട് എ ടു സെഡ് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ ഒരു ചാനലിലെ ഈ ഒരു സീരീസ് മുഴുവൻ കാണുകയാണെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാമാണോ പഠിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. സിനിമയെ പറ്റിയുള്ള കൂടുതൽ ക്ലാസ്സുകൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പം മുന്നിലേക്ക് ഈ ഒരു സീരീസിൽ എനിക്കൊപ്പം നിങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.